പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മ ഹിരബ മോദിയുടെ 100ാം പിറന്നാളിനെ കുറിച്ച ബ്ലോഗിലെ വാക്കുകൾ അമ്മയെക്കുറിച്ചുള്ള ഒരു മകന്റെ കേവലം ഹൃദയസ്പർശിയായ വാക്കുകൾ എന്നതിനേക്കാൾ ആവശ്യം കഴിഞ്ഞവരെയും ഇല്ലാത്തവരെയും എറിഞ്ഞു കളയുന്ന ത്രോ എവേ കൾച്ചറിലേക്ക് അതിവേഗത്തിൽ പായുന്ന ആധുനിക സമൂഹത്തിന് ആത്മശോധനയ്ക്കും മനപരിവർത്തനത്തിനുമുള്ള നല്ല പ്രകാശ ബിന്ദുക്കളായി. ഒപ്പം മാതൃത്വത്തിന്റെ മഹത്വവും ഉത്തരവാദിത്വവും മനസ്സിലാക്കാത്തവർക്കെല്ലാമുള്ള ആത്മശോധനയും. എൻ്റെ ജീവിതത്തിലെ നന്മയായിട്ടുള്ളതെല്ലാം എൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ നന്മയും എൻ്റെ മാതാപിതാക്കളുടെ സംഭാവനയാണെന്ന് മോദി കുറിച്ചു. എല്ലാ അമ്മമാരെ പോലെയും എൻ്റെ അമ്മയും ഒരു സാധാരണക്കാരിയാണ്, അസാധാരണ സിദ്ധികളുള്ളവളും. എൻ്റെ ഈ കുറിപ്പ് വായിക്കുവാൻ ഇടയാകുന്നവർ തങ്ങളുടെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു അമ്മയുടെ പരിത്യാഗങ്ങളാണ് ഒരു നല്ല മനുഷ്യ വ്യക്തിയെ രൂപീകരിക്കുന്നത്. അവളുടെ സ്നേഹം ഒരു കുഞ്ഞിനെ മാനുഷിക മൂല്യങ്ങളും സഹാനുഭൂതിയും കൊണ്ട് നിറയ്ക്കുന്നു. ഭക്തരുടെ സ്വഭാവം അനുസരിച്ചാണ് ദൈവങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വഭാവവും മാനസിക അവസ്ഥയും അനുസരിച്ചാണ് നാം അമ്മമാരെയും മാതൃത്വത്തെയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നും അദ്ദേഹം പറയുന്നു. മഴക്കാലത്ത് ചോരുന്നതായിരുന്നു തങ്ങളുടെ വീടിന്റെ മേൽക്കൂരയും. വീടിനകത്ത് വെള്ളപ്പൊക്കവും ഉണ്ടാവും. ബക്കറ്റും അതുപോലുള്ള വീട്ടുപകരണങ്ങളും എല്ലാം എടുത്ത് അമ്മ ആ വെള്ളം ശേഖരിക്കും. അമ്മ വളരെ ശാന്തമായി എല്ലാം കൈകാര്യം ചെയ്യും. ഈ വെള്ളം അടുത്ത ഏതാനും ദിവസത്തേക്ക് അമ്മ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ജലവിനിയോഗത്തിന്റെ എത്രയോ നല്ല മാതൃക എന്ന് മകൻ പ്രധാനമന്ത്രി ഓർമ്മിക്കുന്നു. ഒരു തരി ഭക്ഷണം പോലും പാഴാക്കുവാൻ അമ്മ സമ്മതിച്ചില്ല. വേണ്ടത് മാത്രം എടുക്കണമെന്നായിരുന്നു അമ്മയുടെ ചിട്ട. ഇന്നും അമ്മ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അമ്മ ഏറെ ശ്രദ്ധിച്ചു. കൊച്ചു വീടായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ അമ്മയുടെ ഹൃദയം ഏറെ വലുതായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ പൊടുന്നനെ മരിച്ചപ്പോൾ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ബാസിനെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളോടൊപ്പം താമസിച്ചാണ് പഠനം പൂർത്തിയാക്കിയത്. ഞങ്ങളോടുള്ള അതേ സ്നേഹം അമ്മ അബ്ബാസിനോടും കാണിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിന്ന് പലരും അമ്മയോട് ചോദിക്കാറുണ്ട്, മകൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിൽ അഭിമാനമുണ്ടോ എന്ന്. അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ പറയും, നിങ്ങളെപ്പോലെ എനിക്കും അഭിമാനമുണ്ട്. ഒന്നും എൻ്റെ നേട്ടമല്ലല്ലോ, ദൈവത്തിൻ്റെ പദ്ധതിയിലെ വെറും ഉപകരണം മാത്രമല്ലേ ഞാൻ. ഒരു പൊതുപരിപാടിക്കും അമ്മ എന്നോടൊപ്പം വരില്ല. 2 അവസരത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഞാൻ ഏകാന്ത യാത്രയ്ക്ക് ശേഷം ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ പതാക ഉയർത്തിയ ശേഷം മടങ്ങിയെത്തിയ വേളയിൽ അഹമ്മദാബാദ് വേദിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വന്നെൻ്റെ നെറ്റിയിൽ തിലകം ചാർത്താനായിരുന്നു ഒന്ന്. വളരെ വികാരനിർഭരമായ ഒരു അവസരമായിരുന്നു അത്. കാരണം ഏകാന്ത യാത്ര നടക്കുന്ന സമയത്ത് ഫഗാഡയിൽ ഒരു തീവ്രവാദി ആക്രമണം നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അടുത്തത് 2001 ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എൻ്റെ ഗുരുക്കന്മാരെ പരസ്യമായി ആദരിക്കുവാൻ ഞാനൊരു പരിപാടി സംഘടിപ്പിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഗുരുവായ അമ്മയെയും ചടങ്ങിൽ ആദരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, നിന്നെ പ്രസവിച്ചത് ഞാനാണ് എന്നത് സത്യമാണ്. ഞാൻ ഒരു സാധാരണക്കാരി. പക്ഷെ നിന്നെ പഠിപ്പിച്ചതും വലുതാക്കിയതും സർവശക്തനാണ്. അമ്മ വിട്ടു നിന്നെങ്കിലും എൻ്റെ ആദ്യകാല ഗുരു അന്തരിച്ച ജദാബായ് ജോഷിജിയുടെ കുടുംബത്തിലെ ആരെയെങ്കിലും മറക്കാതെ ക്ഷണിക്കണമെന്ന് അമ്മ ഉപദേശിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം നടത്താതെയും വിദ്യ അഭ്യസിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയുടെ ചിന്താരീതിയും ദീർഘവീക്ഷണവും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പൗര എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അമ്മ എന്നും ബോധവതിയായിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ഒരു തെരഞ്ഞെടുപ്പിലും അമ്മ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഏതാനും ദിവസം മുൻപ് ഗാന്ധിനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അമ്മ വോട്ട് ചെയ്യാൻ പോയി. വീട് വിട്ട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ അച്ഛൻ വലിയ എതിരായിരുന്നു. തോന്നിയ പോലെ ചെയ്യാൻ അരിശത്തോടെ പറയുകയായിരുന്നു. അമ്മയാകട്ടെ മനസ്സ് പറയുന്നത് പോലെ ചെയ്യണമെന്നാണ് ഉപദേശിച്ചത്. അവസാനം അച്ഛനും സമ്മതിച്ചു. അതിന് അമ്മ ഒരു വഴി കണ്ടു. എൻ്റെ ജാതകം ജ്യോതിഷിയെ കാണിക്കുവാൻ അച്ഛനെ ഉപദേശിച്ചു. അതുകണ്ട് ഞങ്ങളുടെ ബന്ധു കൂടിയായ ജ്യോതിഷി പറഞ്ഞു, അവൻ വേറെ വഴിക്കേ പോകൂ, സർവശക്തൻ നിശ്ചയിച്ച വഴിക്ക് മാത്രം. അച്ഛനും സമ്മതിച്ചു. അമ്മ നിഘണ്ടുവിലെ കേവലം ഒരു വാക്കല്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, അമ്മ എന്ന വാക്ക് സ്നേഹം, ക്ഷമ, ശരണം തുടങ്ങിയ എത്രയോ പറ്റം വികാരങ്ങളുടെ സംയുക്തമാണ്. ലോകത്താകമാനം രാജ്യത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം കുട്ടികൾക്ക് അമ്മ സ്നേഹം കിനിയുന്ന അനുഭവമാണ്. ഒരു ശിശുവിനെ പ്രസവിക്കുക മാത്രമല്ല ഒരു അമ്മ ചെയ്യുക, പിന്നെയോ ആ കുഞ്ഞിന്റെ മനസ്സിനും വ്യക്തിത്വത്തിനും ആത്മവിശ്വാസത്തിനും രൂപം കൊടുക്കുന്നതും അമ്മയാണ്. ഈ പ്രക്രിയയിൽ അമ്മ തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിസ്വാർത്ഥമായി ബലിയർപ്പിക്കുന്നു. അദ്ദേഹം ആമുഖത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യവും അനുബന്ധ വെല്ലുവിളികളുമായി നിരന്തരം പോരടിക്കുമ്പോഴും എൻ്റെ മാതാപിതാക്കൾ സത്യത്തിൻ്റെ വഴി ഒരിക്കലും വിട്ടു നടന്നില്ല,
തങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും ബലി കഴിച്ചില്ല. കഠിനാധ്വാനം മാത്രമായിരുന്നു അവരുടെ മന്ത്രം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അമ്മയെ കാണാൻ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ കൈക്കൂലി വാങ്ങരുത്. അമ്മ പറഞ്ഞു. എൻ്റെ അമ്മയുടെ ജീവിത കഥയിൽ ഞാൻ കാണുന്നത് പരിത്യാഗവും ത്യാഗങ്ങളും ഭാരതത്തിലെ മാതൃശക്തിയുടെ സംഭാവനയുമാണ്. എൻ്റെ അമ്മയെയും അവളെ പോലെയുള്ള കോടിക്കണക്കിന് അമ്മമാരും കാണുമ്പോൾ ഇന്ത്യൻ വനിതയ്ക്ക് നേടാനാവാത്ത ഒന്നുമില്ലെന്ന ചിന്ത എന്നിൽ നിറയുന്നു. ഇല്ലവല്ലായ്മകളുടെ എല്ലാ കഥകളേക്കാളും ഉന്നതമാണ് ഒരു അമ്മയുടെ തിളക്കമാർന്ന കഥ. എല്ലാ പോരാട്ടങ്ങളെക്കാളും എത്രയോ ഉന്നതമായ ഒരു അമ്മയുടെ ഉറച്ച തീരുമാനം. ഇത്തരത്തിൽ വ്യക്തിപരമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ബലിയർപ്പിച്ച് മക്കളെ വളർത്തി വലുതാക്കുന്ന അമ്മമാർ ഒരുപക്ഷെ വനിതാ വിമോചന പ്രസ്ഥാനകർക്ക് പിടിക്കാനിടയില്ലാത്ത പ്രതീകങ്ങളാകാം. അത്തരത്തിലുള്ള വിമോചന ചിന്തകളും അതിനു ചേർന്ന പ്രവർത്തികളുമാണ് കുടുംബ ബന്ധങ്ങളിലെ അപജയത്തിന് കാരണം. സ്നേഹം ത്യാഗമാണ്. അത് കൊടുക്കാതെ സ്നേഹം കിട്ടില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും ഉൾവിളി ഉണ്ടാവില്ല.